യോസഫ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ബ്രാൻഡ് ന്യൂ വീഡിയോ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു നെതർ ഫോർട്രസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണല്ലോ ഇല്ല ബാക്കിൽ നട്ട് വെച്ചിരിക്കുന്നത്. അത് അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ കാണിച്ചു തരാം. കണ്ടോ എൻഡർപേള്, ബ്ലേസ് റോഡ് എന്തൊക്കെയാ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കണ്ടോ. ഇനി ഇത്ര പെട്ടെന്ന് ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുന്നവരോട്, അത്ര പെട്ടെന്നൊന്നും അല്ല കിട്ടിയത്, നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. നെതർ കയറി ആദ്യം തന്നെ നമ്മൾ ഷെയ്ഡ് റങ് ഓഫ് ചെയ്തു. ഇല്ല കണ്ണൻ മുണിയൊന്നും കാണാൻ പറ്റത്തില്ല, എവിടെയെങ്കിലും വീണ് ചത്തുപോകും. പിന്നെ ബ്ലേസിനെ അങ്ങോട്ട് അടിയോടടിയായിരുന്നു. ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം എൻ്റെ ആർമറാണ്. ഫയർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിലും പ്രൊട്ടക്ഷൻ 4 അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയി കഴിച്ച് എനിക്ക് നല്ല രീതിക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് വാർഡ് ഫോറസ്റ്റിൽ പോയി നമുക്ക് എൻഡർപേൾ കളക്ട് ചെയ്യാനായിട്ട്. പക്ഷേ അവിടുന്ന് കുറേ നേരം ഇരുന്ന് കളക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നടക്കുന്ന പരിപാടിയല്ലെന്ന്. സോ ഞാൻ നേരെ ബേസിൽ പോയിട്ട് വില്ലേജർ ട്രേഡ് വെച്ച് ചെറിയൊരു പരിപാടിയുണ്ട്. അതായത് നമ്മുടെ ക്ലെറിക്ക്, ആ ഒരു ബ്രൂയിങ് സ്റ്റാൻഡ് വയ്ക്കുന്ന ക്ലെറിക്കിനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3/4 ചാൻസ് ഉണ്ടെന്ന് നമ്മുടെ ചാറ്റ് GPT പറഞ്ഞതുകൊണ്ട് നമ്മൾ നേരെ പോയി ക്ലെറിക്കിനെ സെറ്റ് ചെയ്ത് അവസാനത്തെ ട്രേഡ് നമുക്ക് ഫസ്റ്റ് ട്രൈ തന്നെ അത് കിട്ടി. അപ്പോൾ ബ്ലേസ് റോഡ് കിട്ടിയതൊക്കെ എങ്ങനെയാണെന്ന് എല്ലാവരും കണ്ടു കാണും. ഇനി ചെറിയൊരു സാധനം കാണിച്ചു തരാം. എൻഡർപേളിന് വേണ്ടിയിട്ട് ഞാൻ ആ വാർഡ് ഫോറസ്റ്റിൽ കിടന്ന് ഇനി കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മളൊരു ചെറിയ ക്ലെറിക്കിനെ സെറ്റ് ചെയ്തു, അവനെ മാസ്റ്ററാക്കി. ദാണ്ടെ 4 എമറൽസിന് എൻഡർപേൾസ്. അപ്പോൾ അങ്ങനെ ഈ ഒരു സംഭവം സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് പോർട്ടൽ ഓപ്പൺ ആക്കാനുള്ള, അതായത് എൻഡ് ഡിമെൻഷനിലേക്ക് പോകാനുള്ള പോർട്ടൽ ഓപ്പൺ ആക്കാനുള്ള സംഭവം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഡ്രാഗണെ കൊല്ലണമെങ്കിൽ അവിടുത്തെ മറ്റേ ക്രിസ്റ്റലൊക്കെ പൊട്ടിക്കണമെങ്കിൽ ബോയും ആരോയും വേണം. സോ കുറച്ച് ബോയും ആരോയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എനിക്ക് കുറച്ച് ആരോസും കൂടെ വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കാര്യം ഞാൻ ഫുള്ളായിട്ട് ആരോയിൽ പണിയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് ആരോസും കൂടെ വാങ്ങിക്കാം. ഇവിടെ ആരുടേതാണ് ആരോസ് ഉള്ളത്? ഇനി എൻ്റെ കയ്യിൽ എൻചാൻമെൻറ്റ് ടേബിൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഇതിനെയും കൂടെ ഒന്ന് എൻചാൻറ്റ് ചെയ്യാമായിരുന്നു. എനിക്ക് ഈ ഒരു ബോയിനെയും കൂടെ എൻചാൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പടപടേന്ന് കാര്യങ്ങൾ നീക്കാമായിരുന്നു. പക്ഷേ വേണ്ട, കുഴപ്പമില്ല അല്ലേ. കുറച്ച് എമറൽഡ് അതൊക്കെ മാറ്റി വയ്ക്കട്ടെ. ഇനി ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ സാധനം ഉണ്ടാക്കാം. എന്തി സത്യം പറഞ്ഞാൽ 8 ആയി 16 ഇവിടെ കിട്ടിക്കഴിഞ്ഞു നമ്മുടെ കയ്യിൽ. നമുക്ക് എല്ലാ സാധനങ്ങളും എടുത്തേക്കാം. ഓക്കെ, ഇനി പോകാൻ നേരം എന്തെങ്കിലും സാധനങ്ങൾ ഇനി ആവശ്യമുള്ളതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമുക്കൊരു കാര്യം, കുറച്ച് തടി, അതുപോലെ തന്നെ കുറച്ച് വേസ്റ്റ് ബ്ലോക്ക് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചേക്കാം. പോകുന്ന വഴി ചിലപ്പോൾ ആവശ്യം വരും. കുറച്ച് ലൈറ്റ് എടുത്ത് വെച്ചേക്കാം. അതുപോലെ ഇത് കണ്ടോ, ഈ സാധനം കിട്ടിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ. നമ്മൾ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ എന്തെങ്കിലും റെയ്ഡ് സെറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോഴത്തേക്ക് ഇത് മതി. കുറച്ച് ലീവ്സ് എടുത്തേക്കാം അല്ലേ. ഓക്കെ, അതും സെറ്റ്. ഇത് സെറ്റ്. നമ്മുടെ വില്ലേജസിനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇവിടെ കുറേ വന്ന് എനിക്കിനി ഇവിടെ സ്ഥലമില്ല. ഞാൻ ഒന്നാമത്തെ കാര്യം, ഈ ഒരു വേൾഡ് സെർവറിൽ ഓട്ടിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ എന്നേ ലാഗാവേണ്ടതാണ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ബ്രോ നിങ്ങൾ ഈ ഷെയ്ഡറും ഇട്ട് ഇത്രയും എൻറ്റിറ്റീസിനെയും വെച്ചുകൊണ്ട് എങ്ങനെ ഇത്ര സ്മൂത്തായിട്ട് ഓടിക്കുന്നത്? അതിൻ്റെ ഒരേ ഒരു രഹസ്യമാണ് സെർവർ. ഇപ്പോൾ ഞാൻ തള്ളിക്കയറി അങ്ങ് പോയേനെ. തള്ളിക്കയറി പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഇത് കുക്ക് ചെയ്യാനുണ്ട്. പൊട്ടറ്റോയും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ കുക്ക് ചെയ്ത് നമുക്ക് കുറച്ച് ഫുഡും കൂടെ സെറ്റ് ചെയ്താലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. നമ്മളിനി ഇന്ന് കയറി ഡ്രാഗണിനെ കൊന്ന് അടുത്ത ദിവസം നമ്മൾ അതിനെയും കൊല്ലണം. അതിൻ്റെ പേരെന്തായിരുന്നു? കൊല്ലണമെന്ന് ഞാൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്. എലൈട്രയും എടുത്ത് തിരിച്ചു വരാൻ പറ്റൂ. അതുപോലെ ഗൺ പൗഡർ ഫാം ഉണ്ടാക്കണം. അങ്ങനെ ഒരുപാട് ഫാമുകൾ ഇനിയാണ് നമുക്ക് ഉണ്ടാക്കാൻ കിടക്കുന്നത്. ക്യാരറ്റ്സാ. ഇനി എൻ്റെ ഒരു പൊട്ടറ്റോ ഇല്ല ഇവിടെ. അയ്യോ, ഞാൻ അവിടുന്ന് റോ പൊട്ടാറ്റോ പൊട്ടിച്ചിട്ട് പിന്നെ വെച്ചില്ല കേട്ടോ. ഇവിടെ മൊത്തം ക്യാരറ്റ്സ് ആണുള്ളത്. ഇനി നമുക്ക് ഇതിനകത്ത് കുക്കാവാതെ കിടക്കുന്ന വല്ലതും ഉണ്ടോടെ? എല്ലാം കുക്കായി. എന്തോ ഒരു ഉത്തരവാദിത്വം. ശരി, നമുക്ക് ഇപ്പോഴത്തേക്ക് ഈ ഒരു സ്റ്റാക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് തോന്നുന്നു. കുറച്ചും കൂടെ ബീഫ് ഉണ്ടെങ്കിൽ, അതായത് അതിൻ്റെ പേരെന്തായിരുന്നു? സോറി ഗൈസ്, കുറച്ച് ഫുഡിന് ആവശ്യമുണ്ട്. നിങ്ങളങ്ങനെ കൊല്ലുമൊന്നുമല്ല, നിങ്ങൾ അങ്ങനെയൊന്നും കരുതരുത്. നമ്മളങ്ങനെ കൊന്നിട്ട് മാത്രം പോകുന്ന ടീംസ് അല്ലല്ലോ. എങ്ങനെ കുറച്ച് ഫീഡ് ചെയ്തിട്ട് പോവാം. ആകെ 6 എണ്ണവും ഉണ്ട്. ഓക്കെ, ഈ ബ്ലേസ് റോഡ് ഇത്ര ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് എൻഡർപേള് പിന്നെന്താ ഉള്ളേ അത്രേ ഉള്ളതെന്ന് തോന്നുന്നു. അതുപോലെ നമ്മുടെ അയൺ ഫാമിൻ്റെ ആ ഏരിയ പിന്നെ നമ്മൾ പോയി നോക്കിയില്ല. നമ്മുടെ പ്ലാൻസും പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ഫുള്ള് നമ്മൾ പ്ലെയിൻ ആക്കിയിട്ടുണ്ടായിരുന്നു, അതായത് ഫ്ലാറ്റ് ഏരിയ ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് പണികളുണ്ട്. നമുക്ക് ക്രീപ്പർ ഫാം വരുന്നുണ്ട്. ക്രീപ്പർ ഫാം ഇതിൻ്റെ മുകളിലായിരിക്കും വരുന്നത്, ഈ ഏരിയയിലായിട്ട്. ഇതൊന്ന് കുറച്ചൊന്ന് സ്ലോപ്പ് ചെയ്തൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും ഏരിയ ഉണ്ട് ഇതിനകത്ത്. ഇവിടെ ആയിരിക്കും നമ്മുടെ ക്രീപ്പർ ഫാമും മറ്റേ സാധനങ്ങളൊക്കെ വരുന്ന ഓരോരോ ഫാംസ്. ക്രീപ്പർ ഫാമും വേണം. പിന്നെന്താണ് വേണ്ടത്? ഷുഗർ കെയിൻ ഫാം. ഇത് രണ്ടും വേണം. ഓക്കെ, അയണൊക്കെ എന്തായി?
എനക്ക് ആവശ്യത്തിന് വരുന്നുണ്ട്. പിന്നെ ബെഡ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അതറിയാമല്ലോ, ഇത് ഹാർഡ് കോറാണ്. ഒരു പ്രാവശ്യം ചത്തു കഴിഞ്ഞാൽ ചാവത്തില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമ്മുടെ അത്യാവശ്യം എൻ്റർപോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റർമാൻ്റെ പ്രശ്നമാണ് ഒരു പ്രശ്നം. ഒരു കാര്യം ചെയ്യാം, കുറച്ച് വാട്ടറും കൂടെ എടുത്തിട്ട് പോകാം, അല്ലേ, വെള്ളം എടുത്തിട്ട് പോകാം. അതാകുമ്പോൾ ഈ മാര് കൊല്ലാൻ വന്നു കഴിഞ്ഞ് ഞാൻ നൈസായിട്ട് രക്ഷപ്പെടാമല്ലോ. കുറച്ച് വെള്ളം എടുത്ത് കൈ വെച്ചേക്കാം. പിന്നെ നമുക്ക് വേണേൽ ഒരു ബെഡ് കൊണ്ടെടുത്ത് കൈ വെച്ചേക്കാം. കാര്യം എന്തെങ്കിലും ലൈക്ക് എവിടെയെങ്കിലും കിടന്നുറങ്ങണം എന്നുണ്ടെങ്കിൽ ഉറങ്ങണമല്ലോ. അപ്പോൾ അതിനായിട്ട് ബെഡും കൂടെ എടുത്ത് കൈ വെച്ചിരിക്കാമല്ലേ. ചുമ്മാ ഒരു വഴിക്ക് പോകുന്നതല്ലേ, എന്തായാലും ഇവിടെ ബെഡൊന്നും ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ബെഡ് എടുത്തിരിക്കാം. ഓക്കെ, ആ ഏരിയയിലോട്ടാണ് പോകേണ്ടത്. പൊട്ടിപ്പോവല്ലേ, പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിപ്പാളി. എന്തായാലും ഇതിന് ചുറ്റും വെള്ളമാണ്. അപ്പം നമുക്ക് വെള്ളത്തിൽ കൂടെ തന്നെ ആയിരിക്കും പോകേണ്ടത്. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലോട്ട് എത്ര ദൂരം പോകണം, എങ്ങനെയൊക്കെ പോകണമെന്ന് ഒരു പിടുത്തമില്ല. അതുകൊണ്ട് നമുക്ക് പോയി തന്നെ നോക്കാം. ഞാൻ ഇത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അല്ല, വിശ്വസിക്കുമോ ഇല്ലേ? ഞാൻ വേണേ അൺകട്ട് സാധനം ഇടാം. ഞാൻ ഇവിടെ വരെ വരുന്ന അൺകട്ട് സാധനം എങ്ങനെടേ എനിക്കിങ്ങനെ കറക്റ്റായിട്ട് കിട്ടണേ. സൂപ്പർ, ഒരെണ്ണം മാത്രം ഇരിക്കുന്നു. ഒന്നുകൂടെ വേണം. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. എന്താ പറയുക, ദ മൊമെൻറ്റ്. ഹാർഡ് കോറിൽ നമ്മൾ ഇത്രയും ദിവസം കാത്തിരുന്ന മൊമെൻ്റാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ, നമുക്ക് ചാടാം. ആൻഡ് എനിക്ക് കുറച്ച് ബ്ലോക്കുകൾ വേണം. ആൻഡ് ബ്ലോക്ക് എടുത്തേക്കാം, അതുപോലെ തന്നെ ആരോ എടുത്തേക്കാം. ആൻഡ് വി ആർ ലീവിങ് ദിസ്. നമ്മൾ പോവുകയാണ്. അങ്ങനെ ചാടാനോ വേണേ? ടെൻഷൻ, ചാടിയേക്കാലി. ഓ, പെട്ടിക്കകത്താണല്ലോ വന്നേ. ഈ എവിടാ വന്നേ? Damn, look at this man. ഇത് ഏതാ ഡിമെൻഷൻ? ഈ ഷെയ്ഡറിൽ ഇത് ആര് കണ്ടു കഴിഞ്ഞാൽ ആര് വിശ്വസിക്കും ഗൈസ്? ഈ ഷെയ്ഡറിൽ ഇത് നോക്ക്, ലിറ്ററലി വാട്ട് ഇസ് ദിസ് മാൻ? എനിക്ക് ഈ ഷെയ്ഡറിൽ തന്നെ ഇങ്ങനെ തന്നെ കളിക്കണമെന്നുണ്ട്. പക്ഷേ ഇവന്മാരും എന്നെ കൊന്നില്ലെങ്കിൽ സെറ്റാക്കാം. ഓക്കെ, ഡ്രാഗണും എന്നെ വലുതായിട്ടൊന്നും ഉപദ്രവിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ പലതും ചെയ്തേക്കാം ഇവരെന്നെ. ഓക്കെ, 1 ഡൗൺ. ഓ മാൻ, 2 ഡൗൺ. അയ്യോ, അത് പോയില്ല. ഈ ഒരു സംഭവം ഞാൻ അധികം കട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല ഗൈസ്. കാര്യം ഇത് നിങ്ങൾ കണ്ടോ? കാര്യം ഇടയ്ക്ക് വല്ലതൊക്കെ നടക്കുന്ന സംഭവമില്ലേ നമ്മളിങ്ങനെ ഹാർഡ് കോറിൽ ഡ്രാഗണിനെ കൊല്ലുക എന്നുള്ളത്. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് ഞാൻ മോശമാക്കുന്നില്ല വീഡിയോനെ. ആൻഡ് ഓൾസോ ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് മേലേക്ക് ആദ്യം മേളിൽ നിന്നാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചിടാൻ പറ്റും.
ഈ മറ്റേ കേജിനകത്തിരിക്കുന്ന 2 ക്രിസ്റ്റലും കൂടെ ഉള്ളൂ. വിൽ ടേക്ക് ഇറ്റ് ഡൗൺ. ഓടാ നിന്റെ കുണ്ടാ വണ്ടി ഓടിക്കോ നീ. 1 ഡൗൺ. ഇനി ചെറുതിൻ്റെയും കൂടെ ഉള്ളൂ. എന്താടാ ഇപ്പം എന്തടിയാണ് അടിക്കുന്നേ? ഓ ഡാം. ഇവിടെ ഇതിനും മാത്രം ഇത് എവിടുന്നാ അടിക്കുന്ന ഇവന്? എന്ത് ഇവൻ? വാടാ ഇനി ഞാനും നീയും തമ്മില. വാ. ഓടാവി എന്തടിയാണ് അടിച്ചത്? ഇത് ഇരിക്കുന്നുണ്ടാന്ന് തോന്നുന്നു കേട്ടോ. അവൻ കുറച്ച് ചെയ്യുമ്പോൾ ഈ സാധനം ഇത്ര ഇവിടെ ഇരിക്കുന്നു. ഞാൻ റിമൂവ് ചെയ്യട്ടെ. ഇവിടെ അവൻ്റെ ഹെൽത്ത് ഫുള്ള് റീക്കാനായല്ലോ. എടാ ഒന്ന് ഞാൻ പൊട്ടി. ഞാനെന്താ മണ്ടനാണ്? It's okay. I have a good armor, bro. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഞാൻ വെള്ളം എടുത്തിട്ട് വരട്ടെ. കാര്യം ഞാൻ അറിയാതെ ഏതെങ്കിലും കണ്ണി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തീർന്നെൻ്റെ പരിപാടി. ഗൈസ്, സെർവർ ലാഗ് ആവുന്നുണ്ട് കേട്ടോ. ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഈ ഹാർഡ് കോർ എടുത്ത് സെർവറിലിട്ടതിൽ ഞാൻ കാണുന്നത് ലാഗ് ആവുന്നുണ്ട്, നല്ല ലാഗ് ആവുന്നുണ്ട്. ഡ്രാഗൺ അവിടെ കുറച്ച് നേരം അനങ്ങാതൊക്കെ നിന്ന് കേട്ടാ. ആ ടൈമിലൊക്കെ എനിക്ക് പടക്കുന്ന അടി കൊള്ളുന്നുണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പയ്യെ കൊല്ലാം. ഇതൊക്കെയാണല്ലോ ഒരു ചലഞ്ച് ഇല്ലേ? എന്തായാലും നമ്മൾ ഇവിടം വരെ എത്തിയില്ലേ? ഇത്രയും നേരം കഷ്ടപ്പെട്ടിട്ട് ഇവൻ്റെ പകുതി ഹെൽത്താണ് ഇതുവരെ കുറഞ്ഞത്. പകുതി കേട്ടോ, പകുതിയേ കുറഞ്ഞിട്ടുള്ളൂ. എന്താണ് ഇവന് കുറയുന്നില്ല. എനിക്കാണെങ്കിൽ ഈ എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിൾ വേണേ കഴിക്കാടേ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോൾ വെറുതെ എന്തിനാണ് കഴിക്കുന്നത്? ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് പ്ലാനിങ്ങോടുകൂടി മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവനെ കൊല്ലം ഈ സാധനമൊന്നും വേണ്ട, എൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ബോയ് ആരോ മാത്രം മതി. പക്ഷേ ഈ ബോയ് ആരോ എൻചാൻറ്റഡും കൂടെ ആയിരുന്നെങ്കിൽ മോനെ, നീ തീർന്നു. പഴയ ഒരു പ്രൊഫഷണൽ ഉണ്ടായിരുന്നു, ഇപ്പം എനിക്ക് അതിൻ്റെ ടച്ച് ഇല്ലെന്നേ ഉള്ളൂ. സ്റ്റിൽ ഐ എം ഡൂയിങ് ഗ്രേറ്റ്. ഇല്ലേ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറയട്ടെ, ഐ എം ഡൂയിങ് ഗ്രേറ്റ് മാൻ, ഐ എം ഡൂയിങ് ഗ്രേറ്റ്. എന്തിനാ വെറുതെ ബോയ് ആരോ കളയുന്ന ഇത്രയും മേളിയിരിക്കുമ്പോൾ? വരട്ടെ, നീ താഴെ വാടാ, നിന്നെ ഞാൻ കൊല്ലും, തീർക്കും, നിന്നെ ഞാൻ തന്നെ തീർക്കും. വാ. ഗയ്സ്, നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ആർമറിൻ്റെ ഒറ്റ ബലത്തിലാണ് ഇവ ഇങ്ങനെ അടിക്കാൻ നേരം ഞാൻ ഇങ്ങനെ ഹെൽത്തോടുകൂടി ഇരിക്കുന്നത്. യെസ്, ദ ലാസ്റ്റ് ഹിറ്റ് മാൻ. അത് ഡാം ക്ലച്ചായിരുന്നു കേട്ടോ, അത് ഡാം ക്ലച്ചായിരുന്നു. ഞാൻ വിചാരിച്ചില്ല, ഒന്നാമത് സെർവർ ലാഗ് ചെയ്ത് പണ്ടാരം അടങ്ങിയിരിക്കുക.
നിന്നെ ഞാൻ ബോയും ആരോയും കൊണ്ട് തന്നെ തീർക്കൂടാ. ബാ, ദിസ് ഇസ് യുവർ ലാസ്റ്റ് ഹിറ്റ് മോനെ. അടിച്ചിരിക്കും ഞാൻ നിന്നെ. പറഞ്ഞോ തീർക്കൂന്ന് പറഞ്ഞാൽ തീർത്തിരിക്കും. ലെറ്റ്സ് ഗോ. ഇതെന്താണ് ഷെൽഡർ ഇട്ടേക്കുന്നുണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്? ഒരുമാതിരി ടെക്സ്ചർ പാക്കൊക്കെ ഒരുമാതിരി ഗ്ലിച്ചായ പോലെ. ലെറ്റ്സ് ഗോ. എന്താണ് ഇപ്പം കയറാൻ പോകുന്നത്? ദ നെക്സ്റ്റ് ജനറേഷൻ. ലെറ്റ്സ് ഗോ. അപ്പോൾ ആ ഒരു പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് എലൈട്ര തപ്പി പോകാം അല്ലേ? ആശാന്റെ നെഞ്ചത്തോട്ട് ഞാൻ കയറിയില്ലല്ലോ ഇനി. ഉമ്മ എൻ്റെ ഓടാ. ഇനി ഏതവനാ ധൈര്യമുള്ള? വാ എടാ, കുളിക്കത്ത് നനയ്ക്കത്തൂല്ല. നിനക്കൊക്കെ വെള്ളം കണ്ട അന്നും അലർജി അല്ലേടാ? നിനക്കൊക്കെ ഓടാ. നിനക്ക് വെള്ളം തൊട്ടാ നീ ഓടി നിന്ന്. നീ വാ വാടാ. വാടാ. ആ ഒരു അധ്യായവും ഇവിടെ കഴിഞ്ഞു. ഡ്രാഗണിനെ കൊല്ലുക എന്ന സംഭവം നമ്മുടെ കയ്യിൽ തീർത്തിരിക്കുകയാണ്. ഇനി ഇവിടെ എങ്ങാണ്ടാണല്ലോ ഞാൻ ആ പോർട്ടൽ ഗേറ്റ് വേ ഓപ്പൺ ആയി കണ്ടത്. വേർ ഇസ് മൈ ഗേറ്റ് വേ? ഏതാ ഗേറ്റ് വേ? എവിടാ? ഓക്കെ, സംഭവം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കയറാനുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ കയറുമെന്ന്. ഇല്ല, നെക്സ്റ്റ് എപ്പിസോഡിൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ലേറ്റർ എടുക്കുന്നതായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ, സീ യു.